പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്കെല്ലാം ആയി സമർപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ ആസ്പദമാക്കി 1 പത്രോസ് 5-ാം 6-ാം വാക്യത്തെക്കുറിച്ച് ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്ന നമ്മുടെ സ്വർഗീയ അപ്പച്ചന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളുടെ സ്വർഗീയ പിതാവിനെ അനുദിനം നമ്മൾ മഹത്വപ്പെടുത്തി ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരാം. പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ നമ്മൾ പൂർണ്ണതയോട് നിൽക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നാലോചിച്ച് നോക്കൂ. നാം എവിടെ പോയാലും നമ്മുടെ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ആരും നമ്മുടെ കൂടെ വരാനില്ല. നമ്മുടെ കൂടെ വരാനുള്ളത് നമ്മുടെ യേശുപ്പച്ചനാണ്. ഈ വിശ്വാസത്തിൽ യേശുവിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മെ അതിജീവിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ മനോഹരമായി കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ 40 ദിവസം നമ്മൾ യുദ്ധം അനുഭവിച്ചു. യുദ്ധം മനസ്സിലാക്കി നമ്മൾ ഓടി, ബങ്കറിലെല്ലാം പോയി. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു. വീണ്ടും യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. ആ ആരംഭഘട്ടങ്ങളിലേക്ക് വരികയാണ്. തുടങ്ങാനും തുടങ്ങാതിരിക്കാനും എല്ലാം സാധ്യതയുണ്ട്. തുടങ്ങുവാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കും. നമ്മൾ 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ? നിൻ്റെ വശങ്ങളിൽ 1000 നിൻ്റെ ഇടതുവശത്ത് 10,000 മരിച്ചു വീണാലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടൻ്റെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും എന്ന് കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നില്ലേ? ഇത് എത്രയോ സത്യമാണ് എൻ്റെ മക്കളെ. നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന് ഏത് സമയവും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ അതിൻ്റെ ഇരട്ടി നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കണം, ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിലേക്ക് നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവം എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ. പരിശുദ്ധ കരത്താൽ നമ്മളെ വീണ്ടെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇസ്രായേലിലാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതയാണ്. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളവരെയും എന്നെ സ്നേഹിക്കുന്ന സകലരെയും കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. ഈ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോ വ്യക്തികളും, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ വരുവാനോ ഒരു വാക്ക് സംസാരിക്കാനോ ഒരു യോഗ്യതയുള്ളവളല്ല ഞാൻ. ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ല, യാതൊരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ 1 പത്രോസ് 5-ാം 6-ാം വാക്യം എടുത്ത് വായിച്ച് ധ്യാനിച്ച് അതോടൊപ്പം നമ്മൾ മുന്നോട്ടൊന്ന് നീങ്ങാമെങ്കിൽ കർത്താവ് നമ്മെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങയുടെ സ്നേഹത്താൽ ഓരോ വ്യക്തികളെയും വിശദീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.